ഹായ്, വെൽക്കം ബാക്ക് ടു അബിസുഷൻ. നമ്മൾ സാധാരണ വാട്സപ്പില് പല പല അപ്ഡേറ്റുകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ചില അപ്ഡേറ്റുകളൊന്നും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ല. അപ്പൊ നമ്മുടെ വാട്സപ്പിലുള്ള ചെറിയൊരു ഓപ്ഷനാണ്. അപ്പൊ നമ്മൾ സാധാരണ മറ്റുള്ള ഫ്രണ്ട്സിനെ ഒക്കെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫ്രണ്ട്സുമായിട്ട് ഒരുമിച്ച് സംസാരിക്കാനൊക്കെ ചിലപ്പോൾ താല്പര്യം തോന്നും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാനിത് ഫോണിൽ കണ്ട സമയത്ത് നിങ്ങൾക്ക് കൂടി ഇത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. എങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് പല സമയങ്ങളിലും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ മറന്നു പോകരുത്. മാത്രമല്ല വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് വാട്സപ്പില് വന്നിരിക്കുന്ന ഈ ഒരു കാര്യം ഞാനിപ്പോൾ ശ്രദ്ധിച്ചത്. അപ്പൊ നിങ്ങളൊന്ന് നോക്കുക. നമ്മൾ അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊന്ന് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഓപ്പൺ ആണ് കാണിക്കുന്നത്. ഇവിടെ നമുക്കാണ് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രൊഫൈൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇവരൊക്കെ ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വാട്സപ്പ് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ഇവിടെ താഴെയുള്ള ഒരു കോൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ എൻ്റെ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിൽ കാണുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. ഒന്ന് കോൾ ചെയ്യാനും അതൊന്ന് വീഡിയോ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു കോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, ഞാൻ ഈ ഫ്രണ്ടുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇനിയും കൂടുതലായിട്ടുള്ള ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടില്ല ഒരു പ്ലസ് മാർക്ക് കാണുന്നില്ലേ. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഫൈലിൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇനി ആരെങ്കിലും നമുക്ക് ഈ ഒരു നമ്മുടെ സംഭാഷണത്തിലേക്ക്, മീൻസ് നമ്മുടെ ചാറ്റ്സിലേക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സുമായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ആളുകളെ നമ്മുടെ കണ്ടില്ലേ ഈ ലിസ്റ്റിൽ വന്നതുപോലെ നമുക്ക് ഓരോ ആളുകളെ സെലക്ട് ചെയ്തിട്ട് എത്ര ആളുകളെ വേണോ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആഡ് ഇവിടെ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അവരും കൂടി നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു സ്വകാര്യ സംഭാഷണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരും കൂടി ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അതിന് മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ താഴെ കോൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, ആ കോൾസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ കോൾസിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് തൊട്ട മുകളിലായിട്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, കോൾസിന്റെ ഒരു ഐക്കൺ പ്ലസ് കാണിക്കുന്നതിനെ കണ്ടത് ഇവിടെ കാണുന്നില്ലേ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കോൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്കത് സെറ്റ് ചെയ്തിട്ട് കോൾ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഏതൊക്കെ ഫ്രണ്ട്സുമായിട്ടാണോ നമുക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തേണ്ടത്, എല്ലാവരുമായി സംസാരിക്കേണ്ടത്, അവരുടെ പേരിന്റെ മുകളിലൊക്കെ നമുക്ക് ഓരോ ആളുകൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് കണ്ടില്ലേ, മുകളിലേക്ക് അവർ ആഡ് ആയി വരുന്നത് കണ്ടില്ലേ. അപ്പൊ നമുക്ക് 4, 5, 10 എത്ര ആളുകളാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ ആളുകളായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് പേര് ഇതിലേക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ കോൾ, ഓഡിയോ കോൾ അല്ലെങ്കിൽ വീഡിയോ കോൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളൊന്ന്